എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു പാട്ട് വേണം. ശരത് സാർ പാടുവോ, ഷാനിക്ക പാടുവോ, ഉണ്ണി സാർ പാടുവോ? അത് നിങ്ങൾ തീരുമാനിച്ചു ആര് പാടും. ആര് പാടും? നമുക്ക് എന്നെ വിള കേൾക്കാം. ഉണ്ണിയെ കേട്ടിട്ട് അത് കേട്ടില്ലെങ്കിൽ മോശം. നമ്മൾ പറഞ്ഞോളൂല്ലേ ഷാനിക്ക, എന്തായാലും പാടിക്കണം. അപ്പൊ നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് AR റഹ്മാൻ സാറിന്റെ കോമ്പോസിഷനിലെ ഉണ്ണി സാർ പാടിയ ആ ഒരു പാട്ട്. என்னவளே அடி என்னவளே அந்த இதயத்தை தொலைத்து விட்டேன். எந்த இடம் அது தொலைந்த இடம், அந்த இடத்தையும் மறந்து விட்டேன். உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன். காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டேன். எந்த கழுத்து வரை இன்று காதல் வந்து இரு கண்விழி பிதுங்கி நின்றேன். என்னவளே அடி என்னவளே அந்த இதயத்தை தொலைத்து விட்டேன். ഇതൊക്കെ ഉണ്ണി ഇപ്പൊ ഇവള് പറഞ്ഞ ഉടനെ പാടിയില്ലേ? ഒരു രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി ഇത് പാടാം പ്ലീസ്. അല്ല അത് കുഴപ്പമില്ല. എടാ ഇതെങ്ങാണ് റഹ്മാൻ കേട്ടിട്ട് റഹ്മാനാക്കി പുതുമ തേടി അലയുന്ന ഒരു മനുഷ്യനാ. ഇത് കേട്ടിട്ട് ഒരു ഗുണവുമില്ലാത്ത അങ്ങനെയാണ് ഇപ്പൊ ഒരൊറ്റ ലൈൻ ഞാൻ ചോദിച്ചാ പാടിത്തരില്ലേ? ഓ നോ, എനിക്ക് ആഗ്രഹമില്ല. ചുമ്മാ 2 ലൈൻ മതിയാണ്. അതിന്റെ സ്പിരിറ്റ് അതാണ്. അതൊക്കെ മനസ്സിലാലോ. എന്നവളെ അടി എന്നവളെ എന്നെ തൊലൈത്ത് വിട്ടെ. എന്തെങ്കിലും പാടേ പാടോ. വയറ് പൊട്ടിയാലും കുഴപ്പമില്ല, നീ പാടണം. തുടങ്ങും. നമ്മള് നീ പാടുമ്പോ ചിലപ്പോ ഞങ്ങള് പാടും. തുടങ്ങും. റെഡി 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 1 2 ഒന്ന് പറ. റെഡി 1 2 3 റെഡി 1 2 3 4. എന്നവളെ അടി എന്നവളെ എന്റെ ഹൃദയത്തെ തൊലൈത്ത് വിട്ടേൻ. അത് തൊലൈந்த இடம் அந்த இடத்தையும் மறந்து விட்டேன். உந்தன் கால் கொலுசில் உந்தன் காலடி தேடி வந்தேன். காதலில்லால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டேன். வா 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 உஸ்தாத், வா வா. கழுத்து வரை இன்று காதல் வந்து இரு கண்விழி பிதுங்கி நின்றேன். என்னவளே அடி என்னவளே எந்த இதயத்தை தொலைத்து விட்டேன். வா 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 பாரு பாரு. അപ്പൊ എന്തായാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. പെർഫോമൻസിലേക്ക് പോവാം. ഫോക്ക് സോങ് റൗണ്ട് ആണ്. മെബൂട്ടനാണ് പാടാൻ വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം മെബിൻ. ഞങ്ങൾക്കറിവുമില്ല, തിരിവുമില്ല, അറിവുമില്ല, തിരിവുമില്ല. 4 കോടി 42 ഈശ്വരന്മാർ തുണയായി വന്നിരിക്കണം എന്റെ അപ്പനപ്പൂപ്പന്മാരെ. 4 കോടി 42 ഈശ്വരന്മാരെ തുണയായി വന്നിരിക്കണം എന്റെ അപ്പനപ്പ
എങ്ങടെ കർമ്മോ കൈപ്പറ്റണേട്ടോ ഡപ്പനപ്പൂപ്പന്മാരെ എങ്ങടെ കർമ്മോ കൈപ്പറ്റണേട്ടോ ഡപ്പനപ്പൂപ്പന്മാരെ ആടാടും ദേവികളെ
ഡാൻസേഴ്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു അല്ലേ? എങ്ങനെയുണ്ടായി ഫോക്ക് സോങ് റൗണ്ട്? സൂപ്പർ ആയിരുന്നു, കൊള്ളായിരുന്നു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സർ. മക്കളെ കുഞ്ഞാടെ എന്തോ സൂപ്പർ ആയിരുന്നടാ. താങ്ക് യു സർ. മകള് നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് രണ്ട് മൂന്ന് ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത്. ഇപ്പൊ തുടക്കം ഒന്ന് പാടിക്കേ. ആദ്യ പിറന്ന മുത്തപ്പന്മാരെ അതേ ഉള്ള ആ മുത്തപ്പന്മാരായിരുന്നു വേറെ വഴിക്ക് പോയത് കേട്ടോ. അത് കുഴപ്പമില്ല. ഇനിയിപ്പൊ മുത്തപ്പനെ നീ കൈക്കലാക്കി കേട്ടോ മക്കളെ. അതുപോലെ തെക്കേലെ അത് തുടങ്ങുന്നില്ലേ, ആ ഒരു 4 ലൈൻ ഒന്ന് പാടാമോ മോനെ? തെക്കേലെ ചക്കി മാമിക്ക് വയ്യാനും പറഞ്ഞു കേട്ട് കുട്ടികളുടെ അപ്പനങ്ങിട് ഊതാൻ പോയി. മതി മതി മക്കളെ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു തുടക്കവും ഇതിൻ്റെ ഇടയ്ക്കുള്ള സംഭവമാണ് കുറച്ചൊരു സുഖമില്ലാതെ തോന്നിയത്. ടുവേർഡ്സ് എൻ്റെ ഒക്കെ നീ വലിച്ച് കീറി ഒട്ടിച്ച് ആസാദ്യം. പിന്നെ ഈ നല്ല കുഞ്ഞുങ്ങളെ കോറസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ ഡാൻസേഴ്സ് നന്നായിരുന്നു. ഒരു ടെമ്പോ ചേഞ്ച് ഇവരൊക്കെ ഇത് രസമായിരുന്നു അവര്. ആഹാ. അപ്പൊ മക്കളെ ഇതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നടാ. ആ 2 കുഴപ്പം അത് നിനക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി മുത്തപ്പൻ തന്നതാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. മേബു ഭയങ്കര എഫക്റ്റീവ് പെർഫോമൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാട്ട് ചൂസ് ചെയ്തത് നല്ലൊരു ആപ്റ്റ് സോങ് ആയിരുന്നു. ഈ ഒരു റൗണ്ടിന് നല്ലൊരു ഓളമുള്ളൊരു പാട്ട്. നന്നായി പാടി. ശ്രുതി ശുദ്ധമുണ്ട് യുവർ വോയിസ്. എന്ത് പാടിയാലും ഒരു പൂച്ച എവിടുന്ന് വീണാലും 4 കാലിൽ വീഴുന്നു പറയില്ല. അപ്പൊ എങ്ങനെ പാടിയാലും യു ആർ ജസ്റ്റ് ഓൺ ഡോട്ട്. വെരി വെരി നാച്ചുറലി ഗിഫ്റ്റഡ്. അതൊരു വലിയൊരു ഗിഫ്റ്റാണ്. പിന്നെ ഈ അതൊരു ചക്കി മാമിക്ക് എന്താ സക്കി മാമി, അത് ഓരോ പ്രാവശ്യം പാടുമ്പോൾ ഒരു സ്ഥലത്ത് പാടുമ്പോൾ ഒരു നോട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് എന്താ കറക്റ്റ് എന്ന് മാത്രം. ചക്കി മാമിക്ക് വയ്യാനും പറഞ്ഞു കേട്ട് അതാണോ അതാണോ തോന്നുന്നു ഞാൻ കേട്ടത്. മക്കളെ പാടിക്കോ, ഒന്നുകൂടെ പാടിക്കേ. ചക്കി മാമിക്ക് വയ്യാനും പറഞ്ഞു കേട്ട് കുട്ടികളുടെ ആ നോട്ടുണ്ടോന്നാണ് ഉണ്ണി ചോദിക്കുന്നത്. അതുണ്ടോ? തോന്നലാണോ? അതാണോ? അതാണോ? എനിക്ക് തോന്നി, ഞാൻ കേട്ടതിന്റെ പ്രശ്നമില്ല. പക്ഷെ രണ്ടും നന്നായിരുന്നു. മാറി മാറി പാടിക്കോ. അപ്പൊ അതൊരു സംശയം പിന്നെ തീർത്താ മതി. ഓക്കെ. ബട്ട് സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. എന്തോ സർ അടിപൊളിയായിരുന്നടാ. താങ്ക് യു സർ. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ഈ തെക്കേലെ ആണ് മെയിൻ ആയിട്ട് ഒരു ഇതിട്ട് വെച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂക്കിൽ കാടിച്ചിട്ടും അല്ലേ? മൂക്കിൽ കാടിച്ചിട്ടും വയ്യ. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഔട്ടായ പോലെ തോന്നി. ബാക്കി എല്ലാവരും കൂടെ ആ ഒരു ഓളത്തിൽ അങ്ങ് പോയി. പിന്നെ ഡാൻസേഴ്സും കോറസ് സിംഗേഴ്സും എല്ലാവരും കൂടി ആയപ്പോഴേക്കും അതൊരു ഫെസ്റ്റീവ് മൂഡായി. അതെ, എന്തായാലും നല്ലതാടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഇനി മാർക്സ് ചോദിക്കാം. യെസ് ശരത് സർ. എന്തോ മാർക്ക് മക്കളെ 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. സെയിം 8.5. താങ്ക് യു സർ. ഉണ്ണി സർ. നല്ലോണം ഉണ്ട് കേട്ടോ. പ്രതീക്ഷിച്ചോടാ, നല്ലോണം ഉണ്ട്. ഉണ്ണി ചുമ്മാ പറഞ്ഞിട്ടാണ്ട് 1.5 മാർക്കൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. 1.5 മാർക്ക് നിനക്കൊണ്ടടാ. ഓക്കെ, സോ ടോട്ടൽ 17. ഓൾ ദി ബെസ്റ്റ് മെമ്പു. താങ്ക് യു. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. ദേവു, എന്താ ഏതാണ് എളുപ്പം? ഓർക്കസ്ട്രയുടെ കൂടെ പാടുന്നതാണോ അല്ലാത്തയാണോ ദേവിന് എളുപ്പം? ഓർക്കസ്ട്ര. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ഉണ്ണി സർ. ദേവൂട്ടി എന്താ അസാധ്യമായി പാടി.
താങ്ക് യു സാർ. എന്താ വയസ്സ് ദേവുട്ടിയുടെ? എനിക്ക് 11 വയസ്സ്. 11? ആ. ഈ വയസ്സിൽ ഓ മൈ ഗോഡ്, എന്തൊരു അണ്ടർസ്റ്റാൻഡിങ്, കോൺഫിഡൻസ് ആൻഡ് ആ ഡെലിവറി ഓൾ സൂപ്പർ. താങ്ക് യു സാർ. നല്ല ശ്രുതി ശുദ്ധം ആൻഡ് ആ ക്ലാരിറ്റി, ഇത് സംഗതീസ് എല്ലാം നന്നായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വേറെ ഒന്നും പറയാനില്ല. അഫ്കോഴ്സ് ഹിയർ ആൻഡ് ദെയർ ആ തമ്പുരയും മാത്രമായിട്ട് പാടുമ്പോൾ ചില സ്ഥലം മാത്രം ജസ്റ്റ് ലിറ്റിൽ, അതൊക്കെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ പെർഫോമൻസ്. ഇറ്റ്സ് ഓക്കെ, അതൊന്നും അത് ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇത്രയും ഒരു കോൺഫിഡൻസോട് കൂടി ഒരു നൈസ് ആറ്റിറ്റ്യൂഡ്, വെരി ഹാപ്പി, നോ ടെൻഷൻ, എല്ലാം വെരി നൈസ്. താങ്ക് യു സാർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. താങ്ക് യു ഉണ്ണി സർ. ശരത് സർ. മോളെ എന്തോ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. ഒരു നല്ല എന്താ പറയുക, നല്ല സുഖമുള്ള ഒരു കൂൾ പാട്ട്, ഒരു താരാട്ട് പാട്ട് പോലെ കേട്ടിരിക്കാൻ സുഖമുള്ള ഒരു മെലഡി. ഇതാരാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ? ഇതിൻ്റെ രചയിതാവ് ആരാണ്? ഇതാരാണ് പാടിയിരിക്കുന്നത്? മ്യൂസിക് കൈതപ്രം തിരുമേനി. ആഹാ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. ആഹാ. പാടിയത് ചിത്രാമ്മ. ആ, കുറേ സന്തോഷം. നന്നായിട്ട് പാടി മോള്, നന്നായിട്ട് പാടി. അതിൽ ഈ പല്ലവിയിൽ ഈ കാണാൻ ചേരുള്ള അത് കുറച്ച് ശ്രുതി, അത് നമ്മൾ ഒരെണ്ണം പാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രായത്തിൽ, കാര്യം ഇത് എത്ര 11 വയസ്സല്ലേ ഉള്ളൂ, കുഞ്ഞാണി. അപ്പം നല്ല കട്ടയ്ക്ക് അങ്ങ് നിൽക്കണം. നമുക്ക് കുറച്ചുകൂടി പ്രായമാകും, പിന്നെ നമുക്ക് കൺട്രോൾ നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. ദൈവം തമ്പുരാൻ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രായത്തിലൊക്കെ നിങ്ങളങ്ങനെ കത്തിജ്വലിക്കണം കേട്ടോ. അത് ഇതൊരു വലിയ ഒരു ഭീകര സംഭവം ആയതുകൊണ്ടല്ല പറയുന്നത്, നമ്മളത് മനസ്സിൽ നന്നായിട്ട് തന്നെ പാടി നീ കേട്ടോ. മോളെ ഈ മുടി തലോടി അതൊന്ന് പാടാമോ? മുടി തലോടി പീലി ചാർത്താൻ മാരിവില്ലൊരുങ്ങി, കൊതിയനുണ്ണും വെണ്ണയാവാൻ വെണ്ണിലാവുറഞ്ഞു. അത്രേ ഉള്ളൂ. അത് ആ സംഗതികൾ കുറച്ചും കൂടെ ശ്രുതിയിൽ എത്തിക്കട്ടെ, കുറച്ച് ഷാർപ്പാണ് മോള് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ ചക്ര ഇത് നന്നായിട്ട് തന്നെ പാടിയിടാൻ മുത്തേ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. ദേവു എന്തോ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് നോട്ട് ചെയ്തത്. കാണാൻ ചെയ്യലുള്ള അതിന് കുറച്ച് ചെയ്യൽ കുറവായിരുന്നു. ബാക്കി പിന്നെ ഇതുണ്ട്, കൊതിയൊന്നും കാണാൻ ചെയ്യലുടെ അഗൈൻ ആ റിപ്പീറ്റ് കാണാൻ ചെയ്യലുള്ള, പിന്നെ അവസാനത്തെ നീ ഒരു മിന്നായം കണ്ടായോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ദേവു, ഞാൻ ഈ അടുത്ത് കണ്ട ദേവുട്ടിയുടെ പെർഫോമൻസുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ അതിന് ആദ്യം തന്നെ താങ്ക് യു അങ്ങോട്ട്. അതെ, കുറെ നാൾ കൂടിയിട്ട് ദേവുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതെ. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു പേസ് കീപ്പ് ചെയ്ത് പോവാ കേട്ടോ. അടിപൊളിയായിട്ട് പാടുക, കേൾക്കാൻ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു മോളെ. അതിന് വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഈ സോങ് സെലക്ഷൻ. ഉഗ്രം പാട്ട്, ഈ പറഞ്ഞ പോലെ താരാട്ട് പാട്ട് പോലെ കേട്ടിരിക്കാൻ പറ്റുന്നൊരു പാട്ട്. അപ്പോൾ സോങ് സെലക്ഷനാണ് ഇവിടെ. സാധാരണ അതാണ് ദേവുട്ടിയുടെ വില്ലനായി വരാറ്. ഇന്ന് സോങ് സെലക്ഷൻ ആണ് ഹീറോ കേട്ടോ. അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ദേവു എന്തോ? ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ എന്തോ? 8.5 മാർക്ക് മോളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. ദേവുട്ടി എന്തോ? ഇത്രയും ഈ അടുത്ത് നടന്ന പെർഫോമൻസിൽ വെച്ച് നല്ലൊരു പെർഫോമൻസ് തന്നതിന് ഐ എം ഗിവിംഗ് യു 9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഗുഡ്. ഉണ്ണി സർ. നല്ലൊരു മാർക്ക് തന്നതിന് എന്താ തരിക? എനിക്ക് നല്ലൊരു മാർക്ക് തന്നതിന് എന്താ ഒറ്റ അടി കൊടുക്ക. പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്ക്, അതല്ലേ വേണ്ടത്. അതെ. ആ മേക്കപ്പ് ഇളകി വരും മക്കളെ. രണ്ടുപേരും പാട്ട് പാടി കൊടുക്കാം സാറിന്. ഞാൻ പാടിക്കൊടുത്തു കണ്ടില്ല. ഓ നോ, നീ ഇപ്പൊ അത് ഒരു സംഭവമായിട്ട് എടുത്ത് മുന്നേറുകയാണോ പാറു? അങ്ങനെയല്ല, തട്ടാരമുള്ളുകൾ ഉണ്ടാവും പാതയിൽ. പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ എന്നീഹാരക്കോടി തരൂ. പാലപ്പൂവേ നിൻ തിരുമംഗല്യ
എത്താലി തരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ കാണാതെ വിണ്ണിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ. ഉണ്ണികൃഷ്ണൻ പാടേണ്ടിരുന്ന പാട്ടാണ് മോളെ ഇത്. പാടാത്ത പാട്ട്. ഇഷ്ടായോ ഉണ്ണി സർ? സൂപ്പർ. ഒരു അരമാർക്ക് ജാസ്തി തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ദേവു ടോട്ടൽ 17.5. ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എൻ്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. ശരത് സർ, യെസ്. ഷാനിക്ക, എന്തോ ഉണ്ണി സർ, ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ്. ആഹാ. നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഈ ഒരു ഫ്ലോറിൽ തന്നെ ഒരുപാട് പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ പാടിയിട്ടുണ്ട്. ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട ജോൺസൺ മാസ്റ്റർ നമ്മളെ വിട്ടു പോയിട്ട് 14 വർഷമായി. പക്ഷേ ഇന്ന് മാസ്റ്ററുടെ പിറന്നാളാണ് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു മാസ്റ്റർക്ക് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കണം. അതിനു മുന്നേ ഉണ്ണി സാർ, ഞാൻ സാറിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോ ജോൺസൺ മാസ്റ്ററെ കുറിച്ച് ഒരുപാട് ഉണ്ണി സാർ പറഞ്ഞ് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ? മീറ്റ് ചെയ്തതോ? ഞാൻ ആദ്യം മീറ്റ് ചെയ്തത് നാഷണൽ അവാർഡ് എനിക്ക് ഞാൻ വാങ്ങാൻ പോയപ്പോ ഡൽഹിയില്. അപ്പോ ജോൺസൺ മാസ്റ്ററും ആ വർഷം അവാർഡ് ഉണ്ട്. അപ്പൊ അവിടെയാണ് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഇരിക്കണ്ടായിരുന്നു. അപ്പോഴാണ് മീറ്റ് ചെയ്തത്. പിന്നെ ഇങ്ങനെ എന്തായാലും ഉണ്ണി ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ യാമിനി നിലാവും ഗംഗയിൽ നനഞ്ഞുവ ആർദ്രമാകി യാമിനി നിലാവും ഗംഗയിൽ നനഞ്ഞുവ. ഇങ്ങനൊരു പാട്ട് എനിക്ക് തന്ന ജോൺസൺ മാഷിന് എൻ്റെ നന്ദി. അടുത്തത് ഒരു ഫാമിലി റൗണ്ട് ആണ്. ആരുടെ ഫാമിലിയാണെന്നറിയോ? ഇല്ല. നമ്മളുടെ ധ്രുവ മോൾ. ഓക്കെ, so let's welcome Dhruva and family. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ ടക 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 ഠും ടക 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 ഠും 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 ഠും.
മഴവാട്ടിയായ വേലി മഴനൂല് കൊണ്ട് താലി മിഴിയിൽ പിടഞ്ഞ വേലി ചിത്രവന്ന് ചിലമ്പിലെ മുത്തുകോരുത്തെടുക്കാം കൂടെ വാ ഉള്ളം തുള്ളി തുളമ്പൂമി കള്ളക്കണ്ണനൊരു തന്റെ കണ്ണു പൊത്തി കളിക്കാൻ കൂടെ വാ കണ്ണാടി ചെല്ലൊത്ത പെണ്ണാളല്ലേ മുന്നാളി മുല്ലപ്പൂ മുട്ടാണല്ലേ നില്ലോലത്തെല്ലിന്റെ മെയ്യാണല്ലേ എല്ലാം ഈ ചെക്കന്റെ സ്വത്താണല്ലേ ഒരു പാട്ടും കൊട്ടിപ്പാട കൂട്ടം കൂടിപ്പൂവാട്ടം കൊഞ്ചിച്ചാട്ട ഹായ് ഒരു പാട്ടും കൊട്ടിപ്പാട കൂട്ടം കൂടിപ്പൂവാട്ടം കൊഞ്ചിച്ചാട്ട ഹായ് ഹായ് പെണ്ണി പെണ്ണി നിൻ കല്യാണമായി പൊന്നും മിന്നും നിൻ കണ്ണാരമായി മണിമാരനാരമയിലേ മഴവാട്ടിയായ വേലി മഴനൂല് കൊണ്ട് താലി മിഴിയിൽ പിടഞ്ഞ വേലി വെള്ളിത്തിരി വിളക്കിന്റെ വിട്ടമുള്ള മിഴികളിൽ തൊട്ടുരുമ്മിയിരിക്കാൻ കൂടി വാ പട്ടണിഞ്ഞ മെയ്യുകൊണ്ട് പൊട്ട് വെച്ച നെറ്റികൊണ്ട് നെഞ്ചുരുമ്മി ഉറങ്ങാൻ കൂടി വാ കല്യാണരാവിന്റെ സമ്മാനമായി കാണാത്ത വിണ്ണിന്റെ വെൺതാരമായി പാടാത്ത പാട്ടിന്റെ പാൽക്കുമ്പിളായി എന്നെന്നും എന്നെന്നും ഒന്നാവണം ഒരു പാട്ടും കൊട്ടിപ്പാട കൂട്ടം കൂടിപ്പൂവാട്ടം കൊഞ്ചിച്ചാട്ട ഹായ് ഒരു പാട്ടും കൊട്ടിപ്പാട കൂട്ടം കൂടിപ്പൂവാട്ടം കൊഞ്ചിച്ചാട്ട ഹായ് ഹായ് പെണ്ണി പെണ്ണി നിൻ കല്യാണമായി പൊന്നും മിന്നും നിൻ കണ്ണാരമായി മണിമാരനാരമയിലേ മഴവാട്ടിയായ വേലി മഴനൂല് കൊണ്ട് താലി മിഴിയിൽ പിടഞ്ഞ വേലി നീത പാദനി സസ്സ നീത പാദനി സ നീത പാദനി സ നീത പാദനി സസ്സ നീത പാദനി സ നീത പാദനി സ അയ്യേ ചേട്ടന്റെ അമ്മ തല്ലിയാണോ ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് കരയണേ അതിനല്ല കുറച്ചു മുമ്പ് ഒരു തൊപ്പിക്കാരിയിലേക്ക് പോയില്ലേ ആ ഞാൻ തിന്നാൻ ഓങ്ങി വെച്ച ലഡു അവൻ എടുത്തോണ്ട് പോയോണ്ടാ. അയ്യോ ആ. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എൻ്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. സുദ്രുവ മോൾ ആൻഡ് ഫാമിലി, ബിഗ് ഫാമിലി. അടിപൊളി. ഓക്കെ, നമുക്ക് എന്തായാലും പരിചയപ്പെടാല്ലേ ഓരോരുത്തരായിട്ട്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ. ഇതെന്റെ അച്ഛന്റെ അമ്മായിയുടെ മോൻ, എന്റെ കൊച്ചച്ഛൻ, പേര് നിതിൻ. ഇതെന്റെ അമ്മയുടെ അനിയത്തി, എന്റെ മേമ, പേര് ശില്പ. ഇതെന്റെ അച്ചിച്ചൻ, പേര് അപ്പു. ഇതെന്റെ അച്ഛൻ, പേര് സുലീബ്. ഇതെന്റെ അച്ഛമ്മ, പേര് സുശീല. ഇതെന്റെ അമ്മ, പേര് ലിഷ. ഇതെന്റെ അമ്മായിയുടെ മാമന്റെ മോൻ, പേര് ലിതിൻ. ഇത് എന്റെ വെള്ളിച്ചൻ, പേര് ഗിഗിൻ.
ആളുടെ മോനാണത്. ഓ ജിപ്പൂന്ന് ഞങ്ങള് വിളിക്കാം. ചിപ്പു ജിപ്പു. ജിപ്പു ജിപ്പു. ശരിക്കുള്ള പേര് ഖയാൽ. ആ നല്ല പേര് മോനെ, നല്ല പേര്. ഓക്കെ അച്ഛൻ തകർത്തു. അയ്യോ അടിപൊളി അച്ഛൻ അസാധ്യം. performance ആയിരുന്നു. Out of the world. Super, super. അല്ല ഇതിനു മുമ്പ് സ്റ്റേജിൽ കയറി ശീലമുള്ള ഒരു മനുഷ്യനാണ് അല്ലേ? ഇതുവരെ കയറിയിട്ടില്ല. ആണോ? പിന്നെ ശരിക്കും ഇതുവരെ കയറിയില്ല. അസാധ്യമായിട്ട് ചെയ്തു. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഞങ്ങളിത് റിഹേഴ്സൽ ഞങ്ങൾ ഓൾറെഡി ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷാഹുൽ പറഞ്ഞു കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇത് തരാന്ന് പറഞ്ഞു, കണ്ടന്റ് തരാന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു പ്രതീക്ഷയില്ല ഇത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. 2 മണി വരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഇവിടുത്തെ ഫ്ലോറൊന്നും കണ്ടിട്ടില്ല, എങ്ങനെയാണ് ഒന്നും ഇവർക്ക് ആർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ലല്ലോ. ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് ചെയ്തു. പക്ഷെ വളരെ മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിൽ മോടെ അച്ഛനാണ് ഇങ്ങനെ നിറഞ്ഞു നിന്നത് എല്ലാം കൊണ്ടും. അതാ മാനറിസംസ് ഒക്കെ ഭയങ്കര കറക്റ്റ് ആ ഒരു ഞാൻ ഞെട്ടിപ്പോ ഇനി അങ്ങനെ ഒരാളായിരിക്കുമോ ഉണ്ടോന്ന് വിചാരിച്ചു. ബ്യൂട്ടിഫുൾ, സൂപ്പർ സൂപ്പർ. എല്ലാവരും ഷാഹുലിനൊരു വലിയൊരു കയ്യടിയോട്. കാരണം ഇവിടെ വരുന്ന എല്ലാവർക്കും പുള്ളി ഭയങ്കരമായിട്ടുള്ള ഒരു ഹെൽപ്പാണ് ചെയ്യണേ. അച്ഛാ ഇതുപോലെ വേറെ ഏതെങ്കിലും ഐറ്റം കയ്യിലുണ്ടോ? എന്തെങ്കിലും ക്യാരക്ടറോ കണ്ടാൽ അറിയാം എന്തോ ഒരു ഐറ്റം ഒളിച്ചിരിപ്പോ. വെച്ചിട്ട് വേണമെങ്കിൽ പല്ലൊക്കെ വെച്ചിട്ട് കുഞ്ഞിക്കൂനം ഇറങ്ങി ചെയ്ത് നോക്കാം. ഓക്കെ കുഞ്ഞിക്കൂനൻ ആയിക്കോട്ടെ. കുഞ്ഞനെ പെണ്ണ് വേണോ? വേണോ? എന്നാ ചെല്ലേ. ഒരു പെണ്ണിനെ കൂടെ തന്നിട്ടുണ്ട്. വാ 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 വാ. ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോവും സിനിമ. തീർച്ചയായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു കേട്ടോ. അസാദ് എന്താ പേര്? സുലീബ്. സുലീബ്. സുലീബ് ആണ് നിങ്ങളുടെ എന്താ പറയണ്ട വീട്ടിന്റെ ഐശ്വര്യം. ഓക്കെ അമ്മേ എങ്ങനെയുണ്ടായി കല്യാണ പെണ്ണായിട്ട്? ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വേഷം ഇടുന്നത് കല്യാണത്തിന്. അല്ലാതെ ഇങ്ങനത്തെ വേഷമല്ലല്ലോ, സാരിയായിരുന്നു. ഇത് കുറച്ച് മോഡേൺ ആയി. മക്കളുണ്ടായിരുന്നല്ലേ അവരുടെ കല്യാണത്തിന്? ഉണ്ടായിരുന്നോ? ഫ്യൂച്ചറിൽ. ഓക്കെ നമുക്കിനി കുഞ്ഞുമോളുടെ പാട്ടിനെ കുറിച്ച് ചോദിക്കാം. ഓക്കെ ഷാനിക്ക മോളെ, കുഞ്ഞു കുഞ്ഞു ശ്രുതി പ്രശ്നങ്ങൾ അവിടെ ഇവിടെ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈ കോറസിൽ സനിതപ വന്നില്ലേ, അത് എനിക്ക് ഒരു ടെമ്പോ കുറച്ചൊന്ന് ലാഗ് ചെയ്ത പോലെ എനിക്കൊന്ന് തോന്നി. അത് ടെമ്പോ കുറച്ച് സ്പീഡിൽ പോകുന്ന അവര് കുറച്ച് ലാഗ് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ അനുപല്ലവിയില് എല്ലാം ഈ ചെക്കൻ്റെ സ്വത്താണല്ലോ മോളെ, ഒന്ന് പാടിയടി. അത്രയും റഷ് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം, കുറച്ച് സമാധാനം ആവാം അതിന്. പിന്നെ ഇത് ആക്ച്വലി കുറച്ചൊരു ടഫ് ഏരിയ ആണത്. അനുപല്ലവിയിലാണെങ്കിലും ചരണത്തിലാണെങ്കിലും ഒരു വലിയൊരു ബ്രെത്ത് എടുത്തിട്ട് ഈ വെള്ളിത്തീരി വിളക്കിന്റെ വെട്ടമുള്ള മിഴി കേളിൽ തൊട്ട് അപ്പൊ അത് ആ കൂടെവാൽ എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓൾമോസ്റ്റ് എയർ അങ്ങനെ പോയി തുടങ്ങി എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന കൂടെവാലും അങ്ങനെ ഒരു ഇതുപോലെ ഫീൽ ചെയ്തു. ബാക്കി ഒട്ടുമിക്ക ഭാഗങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്ലിപ്സ്, കുഞ്ഞു കുഞ്ഞു ശ്രുതി പ്രശ്നങ്ങൾ മാത്രം. ബാക്കി അതർവൈസ് ആ പാട്ടിന്റെ ഫ്ലേവർ ഈ സ്റ്റേജിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മോളെ നല്ല പാട്ട്. ഇത് ആരാണ് പാട്ടിന്റെ അണിയറക്കാർ? മ്യൂസിക് വിദ്യാസാഗർ സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പിന്നെ പാടിയത് ചിത്രാമ്മയും MGM. ഓക്കെ, സൂപ്പർ. അപ്പൊ നമുക്ക് ഇനി പാട്ടിലേക്ക് വരാം. മക്കളെ, അപ്പൊ നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആ പല്ലവിയുടെ ഫസ്റ്റ് 4 ലൈൻ ഒന്ന് സെറ്റിൽ ഡൗൺ ആയില്ലെന്ന് തോന്നി. മോള് പാടുമ്പോൾ സംഗതികൾക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, ഒരു ഗുമ്മില്ലായിരുന്നു. പിന്നെ അങ്ങ് ശരിയായി കേട്ടോ. ഇപ്പം ഷാൻ പറഞ്ഞില്ലേ സ്വത്തല്ലേ, അതിനൊരു ക്ലാരിറ്റി വേണമായിരുന്നു മോളെ. അതാണ് എഴുതി വെച്ചിട്ട് ഷാൻ പറഞ്ഞത്. അത് കുറച്ച് റഷ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി ഇല്ലാതെയും പോകുന്നത്. അതിന് കുറച്ച് ആ സംഗതിക്കൊരു ആ ബൃഹായിക്കൊരു ക്ലാരിറ്റി വേണം കേട്ടോ. ബാക്കിയൊന്നുമില്ല, ബാക്കി എന്ത് നോക്കാനാ, ഞാൻ ഈ അച്ഛൻ്റെ പുറകിലായിരുന്നു. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു മോളെ. അച്ഛന് വലിയൊരു താങ്ക്സ് പറഞ്ഞാൽ.
എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ വിട്ടുപോയി. കാരണം നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയിപ്പോയി. കാര്യം ഇദ്ദേഹം അങ്ങ് അസാധ്യമായിട്ട് ചെയ്തു, ഒരു നിവൃത്തിയില്ലാതെ ചെയ്തു. യെസ്, ഓക്കെ, താങ്ക് യു ശരത് സർ. ഉണ്ണി സർ? ഫാമിലി അടക്കം ഗംഭീരായി പെർഫോമൻസ്. താങ്ക് യു സർ. സോ എൻജോയബിൾ. സ്റ്റാർട്ട് മാത്രം സീതാ കല്യാണം ഒരു ഷേക്കി ആയിരുന്നു കുറച്ച്. പിന്നെ പെണ്ണേന്ന് പറയുമ്പോൾ അത് ഒരു ക്ലാരിറ്റി, സംഗതിയല്ലേ, ഒരു മഫിൾഡായി കേൾക്കണ്. കുറച്ചും കൂടി ഒരു ഓപ്പൺനെസ് കൊണ്ട് പെണ്ണേ പൊന്നും ലിറ്റിൽ മോർ ഒരു ഓപ്പൺ സൗണ്ട് വന്ന, അല്ലെങ്കിൽ കുറച്ചൊരു ഒരു മഫിൾഡ് കൈൻഡ് ഓഫ് ജസ്റ്റ് അതൊന്ന് വർക്ക് ചെയ്താൽ മതി. ഒരു വേർഡ്സ് പറയുമ്പോൾ, വാക്കുകൾ പറയുമ്പോൾ നല്ലോണം കുറച്ച് സ്പഷ്ടമായിട്ട്. സോ പ്ലസ് ദ ഫീൽ ഹാസ് ടു കം. ലൗഡും ആവാൻ പാടില്ല, പക്ഷെ അതിൻ്റെ അത് കറക്റ്റായിട്ട് ആ ഒരു ബാലൻസ് കറക്റ്റായിട്ട് വേണം. അപ്പോൾ അവിടെ മാത്രമാണ് എനിക്ക് വല്ലാണ്ട് തോന്നിയത്. ബട്ട് അതർവൈസ് നന്നായിരുന്നു, നന്നായി പാടി. സൂപ്പർ. താങ്ക് യു ഉണ്ണി സർ. രൂപ, ഇനി ചോദിക്കാം. ഓക്കെ, ശരത് സർ? അച്ഛന് 5000 മാർക്ക്, മോക്ക് 8.5 മാർക്ക്. താങ്ക് യു ശരത് സർ. ഷാനിക്ക? അച്ഛന് 10,000, എം ജി ആയതുകൊണ്ട്. മോൾക്ക് 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഉണ്ണി സർ? അച്ഛന് 1,00,000. ഓക്കെ, താങ്ക് യു ഉണ്ണി സർ. താങ്ക് യു. സോ ടോട്ടൽ 17 മാർക്സ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു പെർഫോമൻസോടുകൂടി നമ്മുടെ എപ്പിസോഡും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. നിങ്ങൾ എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഓക്കെ, അപ്പൊ നമ്മളെ ഒന്നിച്ചൊരു ഗുഡ് നൈറ്റ് പറഞ്ഞോ. ഗുഡ് നൈറ്റ്.